നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകം ഇതുവരെ കാണാത്തതാണ് ഇപ്പോൾ റഷ്യ ലോകത്തിന് കാണിച്ചു തരുന്നത്. നാറ്റോ സഖ്യകക്ഷികൾ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചതിന്റെ പ്രതികാര നടപടിക്കാണ് റഷ്യ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. മൂന്നാം ലോക മഹായുദ്ധം മുന്നിൽ കണ്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് റഷ്യ തയ്യാറാക്കിയിരിക്കുന്നതും. അത് അറിയപ്പെടാതെ പോയിരിക്കുന്നത് ശരിക്കും അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളുമാണ്. റഷ്യയെ സമ്മർദ്ദത്തിലാക്കി കളയാമെന്ന് കരുതിയവരാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സമ്മർദ്ദത്തിലായിരിക്കുന്നത്. റഷ്യൻ മിസൈലിനെ പേടിച്ചു കഴിയേണ്ട ഗതികേടിലാണ് ഈ രാജ്യങ്ങൾ ഇപ്പോൾ. ഒറേഷ്നിക്കിനെ പോലെ ലോകം ഇതുവരെ കാണാത്ത ഇനി എത്ര ആയുധങ്ങൾ റഷ്യയുടെ ആവനാഴിയിൽ ഉണ്ട് എന്ന ചോദ്യമാണ് അമേരിക്കൻ ചേരിയെ ആശങ്കപ്പെടുത്തുന്നത്. ഒറേഷ്നിക് മിസൈലിന്റെ പ്രഹരശേഷി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും പുടിൻ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ മിസൈലിന്റെ വാർഹെഡ് 4000 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലെത്തി അത്യന്തം വിനാശകരമായ ഫലങ്ങൾ ഉണ്ടാക്കും. ഒറേഷ്നിക്കിനെ തടുക്കാൻ ശേഷിയുള്ള ഒരു സംവിധാനവും ഇന്ന് ലോകത്ത് നിലവിലില്ല. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഈ മിസൈൽ പോളണ്ടിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ എത്തും. യൂറോപ്പിനെ മൊത്തത്തിൽ ചാമ്പലാക്കാനും ഈ ഒരൊറ്റ ആയുധം മതിയാകും. റഷ്യയിൽ നിന്നും 2100 കിലോമീറ്റർ അകലെയുള്ള കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ എത്താൻ ഒറേഷ്നിക്കിന് എടുക്കുന്ന സമയം വെറും 11 മിനിറ്റ് മാത്രമാണ്. അതുപോലെ തന്നെ 2500 കിലോമീറ്റർ അകലെയുള്ള ബഹ്റിനിലെ അമേരിക്കയുടെ 5ാം പടക്കപ്പലുകളുടെ ഹെഡ്ക്വാർട്ടേഴ്സിലെത്താൻ വെറും 12 മിനിറ്റ് മാത്രം മതിയാകും. 2650 കിലോമീറ്റർ സഞ്ചരിച്ച് ഖത്തറിലെ അമേരിക്കൻ താവളം തകർക്കണമെങ്കിൽ 13 മിനിറ്റ് മതി. 4100 കിലോമീറ്റർ അകലെയുള്ള ജിബോട്ടിയിലെ സൈനിക താവളം തകർക്കാൻ 20 മിനിറ്റ് മാത്രമാണ് റഷ്യൻ മിസൈലിന് ആവശ്യമുള്ളൂ. ആണവായുധം പ്രയോഗിക്കുന്നത് തൽക്കാലം പരിഗണിക്കുന്നില്ല എങ്കിലും യുക്രൈനിന് ആണവായുധം നൽകാൻ ഏതെങ്കിലും പാശ്ചാത്യ രാജ്യം ശ്രമിച്ചാൽ അവർ ഇതേക്കുറിച്ച് ചിന്തിക്കും മുൻപ് തന്നെ റഷ്യ അത് പ്രയോഗിച്ചിരിക്കും എന്ന മുന്നറിയിപ്പും അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും റഷ്യ ഇപ്പോൾ നൽകിക്കഴിഞ്ഞു. ഈ ആഴ്ച ആദ്യം റഷ്യ ഡസൻ കണക്കിന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ കരിമ്പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാറ്റോ, യൂറോപ്യൻ യൂണിയൻ, മറ്റ് സൗഹൃദ രാജ്യങ്ങൾ എന്നിവരുമെല്ലാം ചേർന്ന് ഇവർ കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. റഷ്യക്കെതിരെ ഒരു പുതിയ കൂട്ടുകെട്ട് ഉറപ്പാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. റഷ്യ യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൈനിക സംഘടനമല്ല, മറിച്ച് ഹൈബ്രിഡ് യുദ്ധരീതിയാണ്. ഇതിനു പുറമെ പുടിന്റെ തലയിൽ ഉദിച്ചിരിക്കുന്നത് ഗ്രേ സോൺ യുദ്ധമുറയാണ്. പരസ്യമായ യുദ്ധത്തിൽ നേരിട്ട് ഏർപ്പെടാതെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ എതിരാളികൾ സൈബർ ആക്രമണങ്ങൾ, സാമ്പത്തിക ബലപ്രയോഗം, പ്രോക്സി സംഘർഷങ്ങൾ തുടങ്ങിയ തന്ത്രങ്ങളാണ് പ്രയോഗിക്കുന്നത്. സാധാരണക്കാരുടെ സ്വത്തിനും ജീവനും ഭംഗം വരുത്തിക്കൊണ്ടുള്ള ഒരു യുദ്ധത്തിന് പുടിന് ആദ്യമേ തന്നെ താല്പര്യമില്ലായിരുന്നു. യുക്രൈനിന്റെ പ്രകോപനത്തെ തുടർന്നാണ് പുടിന് യുക്രൈനിലേക്ക് ആണവ മിസൈൽ പായിക്കേണ്ടി വന്നത് എന്ന് പറയുന്നു. അതിനാൽ എതിരാളികൾ പ്രകോപിപ്പിച്ചില്ല എങ്കിൽ നയതന്ത്രപരമായ യുദ്ധമുറയായിരിക്കും പുടിൻ സ്വീകരിക്കുക. ഒരു സൈബർ യുദ്ധമായിരിക്കും റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് ആണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രധാനമായും അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും സാമ്പത്തിക സംവിധാനങ്ങൾ ലക്ഷ്യമാക്കിയും വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചും റഷ്യ പണി കൊടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക ഭയപ്പെടുന്നതും. പുടിന്റെ ഇത്തരത്തിലുള്ള യുദ്ധരീതി കണ്ട് അമേരിക്കയും പാശ്ചാത്യ ശക്തികളും പകച്ചിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. കഴിഞ്ഞയാഴ്ച റഷ്യ വിക്ഷേപിച്ച ഒരു പുതിയ ബാലിസ്റ്റിക് മിസൈൽ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ഒരു മുന്നറിയിപ്പിന് മാത്രം ഉദ്ദേശിച്ചതാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇനിയും റഷ്യയിലേക്ക് മിസൈൽ തൊടുത്തുവിട്ടാൽ പുടിൻ എങ്ങനെ പ്രതികരിക്കുമെന്നതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. ഒറ്റ ദിവസം മാത്രം 200ഓളം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചാണ് റഷ്യൻ സൈന്യം ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തോടെ യുക്രൈനിലെ വൈദ്യുതി നിലയങ്ങളിൽ ഭൂരിപക്ഷവും തകർന്ന് തരിപ്പണമായി. ചുരുങ്ങിയത് 10 ലക്ഷത്തിലേറെ വീടുകളിലും IT കെട്ടിടങ്ങളിലും വൈദ്യുതി മുടങ്ങി. ഇതോടെ ആകെ ഇരുട്ടിലായ അവസ്ഥയിലാണ് യുക്രൈൻ ഇപ്പോൾ ഉള്ളത്. യുക്രൈൻ തലസ്ഥാനമായ കീവ്, ഹർക്കീവ്, റിവ്നെ, ഖെമെൽനിസ്കി, ലൂട്സ്ക് തുടങ്ങി യുക്രൈന്റെ പടിഞ്ഞാറും മധ്യഭാഗത്തുമുള്ള ഒട്ടേറെ നഗരങ്ങളിൽ വൻ നാശനഷ്ടമാണ് സംഭവിച്ചത്. ക്ലസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ച കാലിബർ ക്രൂയിസ് മിസൈലുകൾ ഉൾപ്പെടെ റഷ്യ ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. പല ബോംബുകളായി പൊട്ടിത്തെറിച്ച ഒരു വലിയ പ്രദേശത്തെ തകർക്കാൻ ഇത്തരം ബോംബുകൾക്ക് വളരെ അനായാസം സാധിക്കും. യുക്രൈനെതിരെ റഷ്യൻ സൈന്യം പ്രതികാര ആക്രമണ പരമ്പരകൾ ആരംഭിച്ചു എന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ ടാർഗറ്റുകളിലേക്ക് റഷ്യൻ സൈന്യം മിസൈലുകൾ തൊടുത്തിരിക്കുന്നത്. റഷ്യൻ സൈന്യത്തിന്റെ മിന്നലാക്രമണത്തിൽ അമേരിക്കയുടെ മിസൈൽ സംഭരണശാലകളും വിദേശ പരിശീലകരും കൂലിപ്പടയാളികളും തമ്പടിച്ച പ്രദേശങ്ങളുമെല്ലാം തവിട് പൊടിയായി എന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്.
റഷ്യയിലെ ബ്രയാൻസ്ക, കുർസ്ക് മേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്യങ്ങളിലേക്ക് യുക്രൈൻ സൈന്യം ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോകളും അമേരിക്കൻ നിർമ്മിത മിസൈലുകളും തൊടുത്തുവിട്ടിരുന്നു. ഇതിന് ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നതും. യുക്രൈനിന്റെ വടക്കൻ സുമി മേഖലയിൽ റഷ്യൻ സൈന്യം നടത്തിയ മറ്റൊരു ആക്രമണത്തിൽ അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ തൊടുക്കാൻ ശേഷിയുള്ള 5 മിസൈൽ ലോഞ്ചറുകളും റഷ്യൻ സൈന്യം നശിപ്പിച്ചു. ഹാർക്കോവിലെ യുക്രൈനിൽ GUR ക്രാക്കൻ യൂണിറ്റിന്റെ ആസ്ഥാനത്തേക്ക് നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ അമേരിക്കയിൽ നിന്നും വന്ന സൈനിക സ്പെഷ്യലിസ്റ്റുകൾ ഉൾപ്പെടെ 40 പേരാണ് കൊല്ലപ്പെട്ടത്. ഒഡേസ നഗരത്തിലെ ഒരു യുക്രൈൻ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡ് സെന്ററിന് നേരെ നടന്ന ആക്രമണത്തിൽ കടൽ ഡ്രോൺ ഓപ്പറേറ്റർമാരും കുറഞ്ഞത് 9 ഫ്രഞ്ച് പരിശീലകരും സാങ്കേതിക വിദഗ്ധരും ഉൾപ്പെടെ 70-ലധികം സൈനികർ കൊല്ലപ്പെട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിലായി നവംബർ 28-ന് യുക്രൈനിയൻ പ്രതിരോധ വ്യവസായ സൗകര്യങ്ങളും അവയ്ക്ക് ഊർജ്ജം നൽകുന്ന ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ട് നടത്തിയ റഷ്യൻ ആക്രമണം ലക്ഷ്യം കണ്ടെത്തിയിരിക്കുകയാണ്. മൊത്തത്തിൽ 17 കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണമാണ് ഇപ്പോൾ യുക്രൈനെ ഇരുട്ടിലാക്കിയതും. ഇതിനും പുറമെ യുക്രൈൻ തലസ്ഥാനമായ കീവിലെ ഉന്നത കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്ന പ്രഖ്യാപനവും റഷ്യ നടത്തി. അതായത് ആർക്കും തടുക്കാൻ പറ്റാത്ത റഷ്യയുടെ ഏറ്റവും പുതിയ മിസൈലായ ഒറേഷ്നിക് കീവിലേക്ക് തൊടുക്കാനുള്ള അനുമതിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സൈന്യത്തിന് നൽകിയിരിക്കുന്നത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഉൾപ്പെടെയുള്ള ഉന്നത കേന്ദ്രങ്ങളെയും യുക്രൈൻ ഭരണ സിരാ കേന്ദ്രം പൂർണ്ണമായും നശിപ്പിക്കുക തന്നെയാണ് പുടിന്റെ ലക്ഷ്യം.